ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേമാസ് കിച്ചൺ. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ നുറുക്ക് ഗോതമ്പ് പായസം തയ്യാറാക്കാം. 100 ഗ്രാം നുറുക്ക് ഗോതമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. കുറച്ചധികം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നുറുക്ക് ഗോതമ്പ് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റി കളയണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് ഇത് ഇടുവാണ്. വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. പായസത്തിൽ ചേർക്കാനുള്ള തേങ്ങാപ്പാൽ നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഒരു തേങ്ങയാണ് ചിരണ്ടി എടുത്തിരിക്കുന്നത്. ഒരു മുഴുത്ത തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ അടിച്ചെടുക്കാം. തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാല് പിഴിയാം. പാല് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1ാം പാലായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ പിഴിഞ്ഞ് മാറ്റിയ തേങ്ങയിലേക്ക് വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് നമ്മൾ ഒന്നുകൂടി ഇത് അടിച്ചെടുക്കണം. 2ാം പാൽ എടുക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് വെള്ളത്തോളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. 2ാം പാലും നമ്മൾ അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനുള്ള ശർക്കര നമുക്ക് പാനിയാക്കി എടുക്കണം. കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ പാനിയാക്കി അരിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് അലക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ടയൊക്കെ നല്ലപോലെ ഉടഞ്ഞു കിട്ടണം നമുക്ക്. കട്ടയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നെയ്ക്കകത്ത് കിടന്ന് ഇതൊന്ന് വഴന്ന് കിട്ടണം. ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കുകയാണ്. ഇത് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ശർക്കരയുടെയും കുറച്ച് വെള്ളം പറ്റി നമുക്കിത് കുറുകി കിട്ടണം. അതുകൊണ്ട് കുറച്ച് സമയം ഇത് അടുപ്പിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ശർക്കര നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നല്ലതുപോലെ ഇത് തിളയ്ക്കണം. തിളച്ച് നല്ലതുപോലെ പറ്റി കിട്ടണം.
ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും അത് രണ്ടും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ 1 നുള്ളു ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇത് കുറുകി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തെല്ലാം നമുക്ക് വറുത്തെടുക്കാം. പാൻ അടുപ്പത്ത് നമ്മൾ ആദ്യം വെക്കുവാണ്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കനം കുറച്ചരിഞ്ഞതാണ്, അത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ചെറിയ രീതിയിൽ കളറ് മാറുമ്പോൾ നമ്മൾ ഇതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പായസം നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത്. ചെറിയ രീതിയിൽ ചൂടാവുകയേ ചെയ്യാവുള്ളൂ. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പായസം നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ രീതിയിൽ എത്തിയാൽ മതി. ഒത്തിരി ഇത് കുറുകണ്ട, കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഇത് ഒന്നുകൂടി കട്ടയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കിസ്മിസും അണ്ടിപ്പരിപ്പും അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.